ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 ഐഡിയാസാണ്. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പടർത്തി കയറ്റാൻ പറ്റിയ കുറച്ച് ട്രെല്ലീസ് ഐഡിയാസാണ്. അതായത് ട്രെല്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സ് പടർത്തി കയറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സ്റ്റിക്കോ അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ ട്രെല്ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വയേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇത് കമ്പിയാണ്, ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ ട്രെല്ലീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ട്രെല്ലിസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു വയറാണ്. ഇത് സ്റ്റീലിൻ്റെ വയറാണ്. അതിന് പുറമെ പ്ലാസ്റ്റിക് കോട്ടിങ് വന്നിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റേ വയർ എന്നാണ്. ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു 3 ഐഡിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു വയർ ഞാൻ ഇഷ്ടമുള്ള നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു സർക്കിൾ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആ ഒരു ലെങ്ത്ത് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനൊരു പോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോട്ടിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ കൂടെ ഈ വയറിൻ്റെ ആ ഒരു എൻഡ് ഇട്ടിട്ട് അവിടെ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്താണ്. അപ്പോൾ അതുപോലെ തന്നെ 2 എൻഡ് നമുക്ക് ഇതുപോലെ ഡ്രെയിനേജ് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് നമുക്ക് ലോക്ക് ചെയ്ത് അവിടെ നിർത്താം. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ കൂടെ ആ ഒരു കമ്പി ഇട്ടിട്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സൈഡിലോട്ടാക്കി കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലാന്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പടർന്ന് കയറുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള പ്ലാന്റ് ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് പോട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇതാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പടർന്ന് കയറുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ലീഫും അതുപോലെ തന്നെ ലോങ് ആയിട്ട് സ്റ്റെം ഇങ്ങനെ വളർന്നു വരുന്ന അനുസരിച്ച് ഇതിലോട്ട് ഇങ്ങനെ പടർന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു പ്ലാന്റ് ആ പോട്ടിൽ നിൽക്കുന്ന രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ നമുക്ക് ആ ഒരു കമ്പി ഡിസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വയറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും പ്ലാന്റ്സ് നമുക്കിങ്ങനെ പടർത്തിയെടുക്കാം. ഫസ്റ്റ് ഐഡിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഐഡിയ നോക്കാം. അപ്പോൾ എൻ്റെ ഒരു നീളത്തിലുള്ള ഒരു ഹോയ പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിന് വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയൊരു വടിക്കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നീളത്തിൽ നമ്മുടെ ആ ഒരു സ്റ്റേ വയറിൻ്റെ പീസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേ വയറിൻ്റെ പീസ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട്, അതായത് ഒരു സ്പ്രിങ് ഇരിക്കുന്ന രീതിക്ക് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാണുന്ന രീതിക്ക് നിങ്ങളൊന്ന് റോൾ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന രീതിക്ക് ഞാനിതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഒരു സ്പ്രിങ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു നടുക്ക് വരുന്ന ആ ഒരു എൻഡിൽ നമ്മുടെ നേരത്തെ എടുത്ത ആ ഒരു വടിക്കഷ്ണം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വയർ വുഡൻ പീസുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ ആ ഒരു പോട്ടിലോട്ട്, അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ സെൻറ്ററിലോട്ട് ഇതിങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് നല്ലപോലെ ഉറപ്പിച്ച് നല്ലപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു വയർ നമ്മുടെ പോട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇങ്ങനെ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഇതിൽ കൂടെ ഈ ഒരു കമ്പിയിലൂടെ, അതായത് ആ ഒരു വയറിൽ കൂടെ നമുക്കിങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചുറ്റി പടർന്ന് അതിലിങ്ങനെ നിന്നോളും. അപ്പോൾ ഈ ഒരു ഐഡിയയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. നമുക്ക് പടർന്ന ഏതൊരു പ്ലാന്റ്സ് ആയാലും അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് അത്യാവശ്യം നല്ലപോലെ ഹാങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ ഏതൊരു പ്ലാന്റ് ആയാലും നമുക്ക് ഇനി അടുത്ത ഐഡിയ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഒരു സ്റ്റേ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 സർക്കിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ അതുപോലെ നമുക്ക് സെയിം അളവിൽ വരുന്ന 3 സർക്കിൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വയർ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിം അളവിൽ വരുന്ന 3 സർക്കിൾ ഉണ്ടാക്കാനായിട്ടുള്ള വയറൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു സൂപ്പർ ഗ്ലൂ വേണം. പിന്നെ അതിനുശേഷം ഒരു നമ്മുടെ തുന്നാനൊക്കെ യൂസ് ചെയ്യുന്ന നൂല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇത് ഈ ഒരു കമ്പി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല സർക്കിളായിട്ട് ഫോം ചെയ്തെടുക്കണം. അപ്പോൾ 2 എൻഡ് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ എൻഡ് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു നൂല് അതിന് നല്ലപോലെ ചുറ്റി അത്യാവശ്യം നല്ലപോലെ തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൂപ്പർ ഗ്ലൂവും കൂടെ അതിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അവരവിടെ ഒട്ടി അങ്ങനെ ഇരുന്നോളും.
അപ്പോൾ നമ്മൾ ഏകദേശം 3 ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 വെച്ചിട്ട് ഒരു ഗ്ലോബ് പോലെ അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഷേപ്പിൽ ഒരു ബോൾ പോലെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബോൾ പോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ എൻഡും ഇതുപോലെ ആ നൂലിട്ട് ഇങ്ങനെ നമുക്ക് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫേമായിട്ട് ഇളകി പോരാതെ അവിടെ അങ്ങനെ നിന്നോളും. അപ്പോൾ നമ്മൾ ആ ഒരു വയർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ബോൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബോളിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ ഒരു ചെടിച്ചട്ടി, അതായത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു പോട്ട് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ പോട്ടിൽ വരുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് ആ പോട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പോട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോൾ താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നോളും. അപ്പോൾ അങ്ങനെ ഹാങ് ആയി വരുമ്പോഴും നമ്മുടെ ആ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ആ ഒരു വയറിൽ കൂടെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്കതിങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബോളായിട്ട് നമുക്ക് ആ ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു സർക്കിൾ, അതായത് നമ്മൾ യൂസ് ചെയ്ത വയറിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് അത്യാവശ്യം വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പല രീതിക്ക് നമുക്ക് നമ്മുടെ പ്ലാന്റ് അതിലോട്ട് പടർത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്കത് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ 3 ഐഡിയ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ നോക്കിയ 3 ഐഡിയാസും വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയാസാണ്. നമുക്ക് വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുള്ളൂ. വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ സമയമായി. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.